ഓൾ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. നമ്മൾ ഫ്രെഡറിക് നിക്കോൾസന്റെ സ്റ്റഡീനെ പറ്റി പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞ ഫൈൻ റഫീസാനെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ മക്ലഗാൻ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് സംസാരിച്ചു. അതിനുശേഷം നമ്മൾ സറിയ കമ്മിറ്റി, കോർപ്പറേറ്റ് പ്ലാനിംഗ് കമ്മിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. കോർപ്പറേറ്റ് പ്ലാനിംഗ് കമ്മിറ്റി അത് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ 50% ഓഫ് ടോട്ടൽ വില്ലേജ് എന്തായിരിക്കണം കോപ്പറേറ്റീവ് സെക്ടറിൽ വരുന്നതിനെ പറ്റിയും 30% പോപ്പുലേഷൻ എന്തായിരിക്കണം കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സാക്കി മാറ്റണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ മറ്റ് മേഖലകൾ ആനിമൽ ഹസ്ബൻഡറി, ഫിഷറീസ്, അഗ്രികൾച്ചർ, മാർക്കറ്റിംഗ്, പ്രോസസ്സിംഗ്, അഗ്രികൾച്ചർ ക്രെഡിറ്റ്, ലേബർ, സിവിൽ കൺസ്ട്രക്ഷൻ ഇങ്ങനെയുള്ള അതർ കോപ്പറേറ്റീവ്സ് രംഗത്തെക്കുറിച്ചും അതുപോലെ കോപ്പറേറ്റീവ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ എന്ത് ചെയ്തു കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്. ലിങ്കിങ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി നമ്മൾ പറഞ്ഞു. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞത് ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് റൂറൽ ക്രെഡിറ്റ് എന്നുള്ളതാണ്. ഇത് ലിങ്കിങ് ക്രെഡിറ്റ്, മാർക്കറ്റിംഗും സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷനും കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനും മൂന്നും ചേർന്ന് വരുന്ന ഒരു സിസ്റ്റത്തെയാണെന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് റൂറൽ ക്രെഡിറ്റ്. നമ്മൾ അതിൽ തന്നെ ഫോർമേഷൻ ഓഫ് ലാർജ് സൈസ് ക്രെഡിറ്റ് സൊസൈറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. പ്രൈമറി ലെവലിൽ ലാർജ് സൈസ് കോപ്പറേറ്റീവ്സ് തുടങ്ങുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു. അതിന് ഫോർമേഷൻ ഓഫ് റീഓർഗനൈസേഷൻ ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് സൊസൈറ്റീസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. ദെൻ റോൾ ടു ബി പ്ലേഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റോൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫോർമേഷൻ ഓഫ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡ്, നാഷണൽ ലെവലിൽ ഒരു കോപ്പറേറ്റീവ് ആൻഡ് ഡെവലപ്മെന്റ് വെയർഹൗസിംഗ് ബോർഡ് സ്ഥാപിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫോർമേഷൻ ഓഫ് റിലീഫ് ആൻഡ് ഗ്യാരണ്ടി ഫണ്ട് സ്വരൂപിക്കുന്നതിനെ പറ്റി പറഞ്ഞു. ഇൻട്രൊഡക്ഷൻ ഓഫ് ക്രോപ്പ് ലോൺ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. സ്ട്രെങ്തനിങ് എ സെൻട്രൽ കമ്മിറ്റി ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് സ്ട്രെങ്തൻ ചെയ്യാൻ സെൻട്രൽ കമ്മിറ്റീസ് ആവശ്യമാണെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത് മേത്ത കമ്മിറ്റിയാണ്. മേത്ത കമ്മിറ്റി റെക്കമെൻഡേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. വില്ലേജ് ലെവൽ കോപ്പറേറ്റീവ്സ് എന്താണ്, അതിൻ്റെ പോപ്പുലേഷൻ അടിസ്ഥാനത്തിലാണ് വില്ലേജ് ലെവൽ കോപ്പറേറ്റീവ്സ് നമ്മൾ തരംതിരിക്കുക എന്ന് പറഞ്ഞു. സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യണം, ഷെയർസ് ഇൻ കോപ്പറേറ്റീവ്സിലുള്ള ഷെയർസ് ടേക്കൺ ചെയ്യണം എന്ന് പറഞ്ഞു. അത് ഇൻഡയറക്റ്റ് പാർട്ടിസിപ്പേഷനെ കുറിച്ചാണ് പറഞ്ഞത്. അതുപോലെ തന്നെ സൊസൈറ്റീസിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സണൽസിനെ എന്ത് ചെയ്യണം, നിയമിക്കണം എന്ന് പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോർപ്പറേഷൻ എന്ത് ചെയ്യണം, സ്ട്രെങ്തൻ ചെയ്യണം. അതിനായിട്ട് IAS തലത്തിലുള്ള ഉദ്യോഗസ്ഥനെ എന്ത് ചെയ്യണം, നിയമിക്കണം എന്ന് പറഞ്ഞു, രജിസ്ട്രാർ ആയിക്കൊണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് അതിന് ഓഡിറ്റ്, അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഓഡിറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. കോപ്പറേറ്റീവ്സ് ആക്ടിന് അതിൽ വരുത്താൻ പറ്റുന്ന മാറ്റങ്ങളെ കുറിച്ച്, മോഡിഫിക്കേഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിനെ കുറിച്ചാണ്. ആദ്യമായി നമ്മൾ ഈ കമ്മിറ്റിയുടെ പ്രത്യേകതകൾ പറയാം. ഈ കമ്മിറ്റി വാസ് അപ്പോയിന്റഡ് ഇൻ 1969 1969 നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. അത് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് എന്ത് ചെയ്യുന്നത്, നിയമിക്കുന്നത്. എന്തിനു വേണ്ടി എന്ന് വെച്ചാൽ ഫോർ റിവ്യൂയിങ് ദി സപ്ലൈ ഓഫ് റൂറൽ ക്രെഡിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ 3% മാത്രം കോപ്പറേറ്റീവ്സ് എത്തിച്ചേർന്നിട്ടുള്ള 3% മാത്രം, ബാക്കി 93% മിഡിൽ മാൻ ആയിട്ടുള്ള മണി ലെൻഡേഴ്സിന്റെ കയ്യിലുള്ള മണി ലെൻഡേഴ്സ് ആണ്
കൈകാര്യം ചെയ്തുകൊണ്ട് മണി ലെൻഡേഴ്സിൽ നിന്നും ആണ് ആളുകൾ ആശ്രയിച്ചിരുന്നത്. ആ ഒരവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു. അതേ അവസ്ഥയിലുള്ള റൂറൽ ക്രെഡിറ്റ് സ്ട്രക്ചർ എത്രത്തോളം മാറിയിട്ടുണ്ട്, നമ്മൾ സപ്ലൈ ഓഫ് റൂറൽ ക്രെഡിറ്റിന്റെ സ്ഥിതി എന്താണ് ഇപ്പോൾ എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്മിറ്റിയെ നിയോഗിച്ചത്. ഇതിന് ചെയർമാൻ ആയിക്കൊണ്ട് വെങ്കിടപ്പയ്യാണ് നിയോഗിച്ചത്. അദ്ദേഹം പാഡിംഗ് കമ്മീഷനിലെ മെമ്പറായിരുന്നു. ഈ കമ്മിറ്റി ഹൈലൈറ്റ് ചെയ്തത് ഡ്രോബാക്സ് ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സിസ്റ്റത്തെ കുറിച്ചാണ്. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സിസ്റ്റത്തിനുള്ള ഡ്രോബാക്സ് എന്തൊക്കെ, ആൻഡ് മെയ്ഡ് വാല്യുബിൾ സജഷൻ ഫോർ ഇംപ്രൂവ്മെന്റ്, എന്തൊക്കെ വാല്യുബിൾ സജഷൻസ് നൽകാൻ കഴിയും അതിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി. ഇത്രയും കാര്യങ്ങളാണ് ഓൾ ഇന്ത്യ ക്രെഡിറ്റ് റൂറൽ സർവേ കമ്മിറ്റിയുടെ മുന്നിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേയുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ഡ്രോബാക്സ് ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സിസ്റ്റം എന്ത് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്യുക. മെയ്ഡ് വാല്യുബിൾ സജഷൻസ് ഫോർ ദി ഇംപ്രൂവ്മെന്റ്, അതിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക. Committee emphasized the need for viable primary cooperatives at all levels. എല്ലാ ലെവലിലും ഒരു വയാബിൾ ആയിട്ടുള്ള പ്രൈമറി കോപ്പറേറ്റീവ് സെക്ടർ തന്നെ വേണം എന്നുള്ള കാര്യത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എംഫസൈസ് ചെയ്തിട്ടുണ്ട്. കമ്മിറ്റി വാണ്ടഡ് ലെൻഡിങ് പ്രൊസീജിയർ ആൻഡ് പോളിസീസ് ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് സിമ്പിൾ ആയിരിക്കണം എന്നുള്ളതാണ് അവർ മുന്നോട്ട് വെച്ചത് നിർദ്ദേശം. എന്താണ്, ഒന്ന്, പ്രൈമറിയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളായിരിക്കണം വയാബിൾ ആയിട്ടുള്ള സൊസൈറ്റി. ദെൻ കമ്മിറ്റി എന്ത് ചെയ്തു, ലെൻഡിങ് പ്രൊസീജിയർ ആൻഡ് പോളിസീസ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസിൽ പോളിസീസും പ്രൊസീജിയേഴ്സും എന്തായിരിക്കണം, വളരെ സിമ്പിൾ ആയിരിക്കണം. The committee emphasized the need for viable primary cooperative society at all levels. The committee wanted the streamlining of lending procedures and policies of cooperative credit societies so that they become more simple. കോപ്പറേറ്റീവ്സ് പോളിസീസും പ്രൊസീജിയേഴ്സും വളരെ എന്തായിരിക്കണം, സിമ്പിളായ രീതിയിലായിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം. മറ്റൊരു വൺ ഓഫ് ദി ഫൈൻഡിങ്സ് ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇവരുടെ ഒരു ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്, ലോണ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്വീകരിക്കുന്ന ആളുകളൊക്കെ തന്നെയും അതിന് ബെനിഫിറ്റ് ലഭിക്കുന്ന ആളുകളൊക്കെ തന്നെയും അവിടെയുള്ള റിച്ച് ആയിട്ടുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഫാർമേഴ്സ് ആയിരുന്നു എന്നുള്ളതാണ്. സ്മോൾ ഫാമേഴ്സ് എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും തന്നെ ഇതിന്റെ ബെനിഫിറ്റ് ലഭിക്കുന്നില്ല. Small farmers, marginal farmers were not benefited by new agriculture scheme of the government. ഗവൺമെന്റിന്റെ പുതിയ അഗ്രികൾച്ചർ സ്കീമിനെ കൊണ്ട് ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. പകരം ആ ബെനിഫിറ്റ് അനക്സ് ചെയ്തിട്ട് പോകുന്നത് ആർക്കാണ്, റിച്ച് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഫാമേഴ്സിനാണ്. അതാണ് മെയിനായിട്ടുള്ള കണ്ടെത്തൽ. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ അതാണ്. സ്മോൾ ഫാമേഴ്സിന് അവരുടെ ബെനിഫിറ്റ്, അഗ്രികൾച്ചർ ലോണിന്റെ ബെനിഫിറ്റ് ലഭിക്കുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് ഏജൻസി, സ്മോൾ ഫാമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി രൂപീകരിക്കണമെന്നാണ് പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ ആയിട്ട് മുന്നോട്ട് വെച്ചത്. ചില ഡിഫറെന്റ് സ്റ്റേറ്റ്സിൽ സെലക്റ്റഡ് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റിൽ സ്മോൾ ഫാമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസീസ് ആരംഭിക്കുക. സ്മോൾ ഫാമേഴ്സിന്റെ പുരോഗതിക്ക് വേണ്ടി, ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു ഏജൻസി രൂപീകരിക്കുക, രൂപം കൊടുക്കുക എന്നുള്ളതാണ് ഇതിനുള്ള പരിഹാരമായിട്ട് അവരെന്ത് ചെയ്തത്, കണ്ടത്.
for providing credit and other inputs to section of the cultivators. SFDA will give grants and other aids. അതിനുവേണ്ടി SFDAക്ക് ഗ്രാൻസും മറ്റ് എയ്ഡ്സും നൽകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവർ മുന്നോട്ട് വെച്ച നിർദ്ദേശം. കമ്മിറ്റി എന്ത് ചെയ്തു? ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് കൊടുത്തത് ടേം ക്രെഡിറ്റ് ഓഫ് ഫിനാൻസിങ് ഇൻവെസ്റ്റ്മെന്റ് അഗ്രികൾച്ചറിന് കൊടുക്കുന്ന ടേം ക്രെഡിറ്റിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. ആ ടേം ക്രെഡിറ്റിന്റെ ടെക്നിക്കൽ ഫീസിബിലിറ്റിയും എക്കണോമിക് വയാബിലിറ്റി എന്ത് ചെയ്തിരിക്കണം? പരിശോധിച്ചുകൊണ്ട് വേണം കൊടുക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് അവർ പറഞ്ഞിട്ടുള്ള നിർദ്ദേശം. ടേം ക്രെഡിറ്റ് ഫോർ ഫിനാൻസിങ് investment in agriculture committee. According to the committee, the technical feasibility and economic viability of the scheme should be looked into for granting term loans. Term loans കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ടെക്നിക്കൽ ഫീസിബിലിറ്റി എക്കണോമിക് വയബിലിറ്റി നോക്കിയിട്ട് വേണം കൊടുക്കാൻ എന്നുള്ള ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വെക്കാനുണ്ടായിരുന്നത്. പിന്നെ മറ്റൊന്ന്, കമ്മിറ്റി എന്ത് ചെയ്തു? അണ്ടർലൈൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് അഗ്രികൾച്ചർ റീഫിനാൻസ് കോർപ്പറേഷൻ. അഗ്രികൾച്ചർ റീഫിനാൻസ് കോർപ്പറേഷന്റെ സാന്നിധ്യം, അത്തരം ഒന്നിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് എന്ത് ചെയ്തു? ഈ നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റോളോടൊപ്പം തന്നെ അഗ്രികൾച്ചർ റീഫിനാൻസ് കോർപ്പറേഷൻ കൂടി എന്ത് ചെയ്യുക, ഒരു പങ്ക് വഹിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചറിനെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിക്ക് പറയാനുള്ളത്. അഗ്രികൾച്ചർ റീഫിനാൻസ് കോർപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ റീഫിനാൻസ് സാധ്യമാവുള്ളൂ. അഗ്രികൾച്ചർ ഫിനാൻസ് ചെയ്ത ലോണുകൾക്ക് റീഫിനാൻസ് ഫെസിലിറ്റി നൽകണമെന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ള ഒരു കോർപ്പറേഷൻ ഉണ്ടായിരിക്കണം. ആ കോർപ്പറേഷൻ വഴി എന്ത് ചെയ്തിരിക്കണം? റീഫിനാൻസ് ചെയ്യപ്പെടണം. അങ്ങനെ റീഫിനാൻസ് കോർപ്പറേഷൻ എന്നുള്ളതും ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ വന്നതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗ്രേറ്റർ റോൾ ഇൻ ഫിനാൻസിങ് ലോങ് ടേം ക്രെഡിറ്റ്. Then next review committee recommend ചെയ്തത് commercial banks should provide finances directly. ഇതൊക്കെ കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള SFDA ടെക്നിക്കൽ ഫീസിബിലിറ്റി ആൻഡ് എക്കണോമിക് വയബിലിറ്റി ചെക്ക് ചെയ്യണം. then agriculture refinance corporation, commercial banks should provide. കൊമേഴ്സ്യൽ ബാങ്കിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ, അവയുടെ സപ്ലൈ ഓഫ് ക്രെഡിറ്റ് ഉണ്ടാകേണ്ട മാറ്റങ്ങൾ, അതിലൊന്നാണ് ഷുഡ് പ്രൊവൈഡ് ഫിനാൻസസ് ഡയറക്ട്ലി. കർഷകർക്ക് ഡയറക്റ്റ് ആയിട്ട് ഫിനാൻസ് കൊടുക്കുന്നൊരു ഏർപ്പാട് വേണം എന്ന നിർദ്ദേശമാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിക്ക് മുന്നോട്ട് വെക്കാനുണ്ടായിരുന്നത്. മറ്റൊന്ന്, commercial banks should undertake supply of agriculture inputs. സപ്ലൈ ഓഫ് അഗ്രികൾച്ചർ ഇൻപുട്ട് എന്ത് ചെയ്യണം? നൽകുന്ന സംവിധാനം, അതിനെപ്പറ്റിയും കൊമേഴ്സ്യൽ ബാങ്കുകൾ ആലോചിക്കണം. പിന്നെ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ആലോചിക്കണം, പ്രോസസ്സിങ്ങിനെ കുറിച്ച് ആലോചിക്കണം, സ്റ്റോറേജിനെ കുറിച്ച്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിനെ കുറിച്ച്. അങ്ങനെ എന്തൊക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ചെയ്യുന്നുണ്ടോ ആ സൊസൈറ്റികൾ ചെയ്യുന്ന സേവനങ്ങളൊക്കെ തന്നെയും കൊമേഴ്സ്യൽ ബാങ്കുകൾ കൂടി ചെയ്യുന്നതിലേക്ക് വരണം, അത്തരത്തിലേക്ക് ഒരു വളരണം എന്നുള്ളതാണ്. അത്തരത്തിലേക്ക് കോപ്പറേറ്റീവ് കൊമേഴ്സ്യൽ ബാങ്കുകൾ മാറണം എന്നുള്ളതാണ് ഈ ഓൾ ഇന്ത്യ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. കൊമേഴ്സ്യൽ ബാങ്ക്സ് ഷുഡ് അണ്ടർടേക്ക് സപ്ലൈ ഓഫ് അഗ്രികൾച്ചർ ഇൻപുട്സ്, മാർക്കറ്റിംഗ്, പ്രോസസ്സിങ്, സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി. ഇത്രയും കാര്യങ്ങൾ അവരെന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ അഗ്രികൾച്ചർ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിക്ക് പറയാനുള്ളത്. പിന്നെ മൂന്നാമതായിട്ട് കൊമേഴ്സ്യൽ ബാങ്ക് ചെയ്യേണ്ടത്, കൊമേഴ്സ്യൽ ബാങ്ക് ഷുഡ് പ്രൊവൈഡ് വർക്കിംഗ് ക്യാപിറ്റൽ ടു നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ്. നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിന് വേണ്ട വർക്കിംഗ് ക്യാപിറ്റൽ കൊടുക്കാൻ സാധിക്കണം? കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് സാധിക്കണം. കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക്
നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് ആയിട്ടുള്ള സൊസൈറ്റികൾ ഉണ്ടാവും. അത് പ്രോസസ്സിംഗ് സൊസൈറ്റി, പ്രൊഡ്യൂസർ സൊസൈറ്റി, കൺസ്യൂമർ സൊസൈറ്റി, പ്രോസസ്സിംഗ് സൊസൈറ്റീസ് തുടങ്ങി മറ്റ് ഇതര സേവനങ്ങൾ ചെയ്യുന്ന സൊസൈറ്റീസ്. അത്തരം സൊസൈറ്റികൾക്കൊക്കെയും എന്ത് നൽകണം? വർക്കിംഗ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് കൊമേഴ്സ്യൽ ബാങ്കുകൾക്കുള്ള മറ്റൊരു നിർദ്ദേശമായിട്ട് ഓൾ ഇന്ത്യ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി പറയാനുള്ളത്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിക്ക് പറയാനുള്ളത്. It also hoped that commercial banks can provide working capital to non-credit cooperatives. The committee suggested coordination committees. കമ്മിറ്റി പിന്നെ സജസ്റ്റ് ചെയ്ത് മുന്നോട്ട് വെച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ കമ്മിറ്റി അറ്റ് വേരിയസ് ലെവൽസ് ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രെഡിറ്റ് ഏജൻസീസ് ഇൻ ദ ഫീൽഡ് ഓഫ് റൂറൽ ക്രെഡിറ്റ്. റൂറൽ ക്രെഡിറ്റിന് വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രെഡിറ്റ് ഏജൻസീസ് ഉണ്ട്. ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രെഡിറ്റ് ഏജൻസീസിനെയൊക്കെ ഒന്നിച്ച് ഒരൊറ്റ കുടക്കീയിൽ കൊണ്ടുവരാൻ വേണ്ടുന്ന ഒരു കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആവശ്യകതയും മുന്നോട്ട് വെക്കുന്നുണ്ട്. കമ്മിറ്റി സജസ്റ്റഡ് കോർഡിനേഷൻ കമ്മിറ്റീസ് at various levels for the different types of credit agencies in the field of rural credit. Rural credit രംഗത്തുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രെഡിറ്റ് ഏജൻസീസിനെ അത് ഒന്നിച്ച് കൊണ്ടുവരുന്ന ഒരു കോർഡിനേഷൻ കമ്മിറ്റി, ആ കമ്മിറ്റിക്കുള്ള ശുപാർശ കമ്മിറ്റി കൂടി വേണമെന്നുള്ള റെക്കമെൻഡേഷൻ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി എന്ത് ചെയ്തു? മുന്നോട്ട് വെക്കുകയുണ്ടായി. പിന്നെ ഈ കമ്മിറ്റി മുന്നോട്ട് വെച്ച മറ്റൊരു നിർദ്ദേശമാണ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ബോർഡ് വിത്തിൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കോപ്പറേറ്റീവ്സ് ഉള്ള ഏരിയാസ് കമ്മിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോർമേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോർപ്പറേഷൻസ് രൂപീകരിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ബോർഡ് രൂപീകരിക്കുക. രണ്ട് നിർദ്ദേശം കൂടിയാണുള്ളത്. കോപ്പറേറ്റീവ്സ് ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോർപ്പറേഷൻസിന്റെ ഫോർമേഷൻ, അത് അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോർപ്പറേഷൻസ് രൂപം കൊടുക്കുക. ഇത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ഉള്ള ഒന്നാണ്. പിന്നെ ഒന്ന് അഗ്രികൾച്ചർ ക്രെഡിറ്റ് ബോർഡ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു അത്തരത്തിലുള്ള ക്രെഡിറ്റ് ബോർഡ് സെറ്റ് അപ്പ് ചെയ്യുക. ഇതും ഓൾ ഇന്ത്യ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ഉള്ള ഒന്നാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അഗ്രികൾച്ചറിനായിട്ട് പ്രത്യേക ഒരു ക്രെഡിറ്റ് ബോർഡ് ഉണ്ടാക്കുക. മറ്റൊരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്, ഏറ്റവും അവസാനത്തെ റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് ക്രിയേഷൻ ഓഫ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോപ്പറേറ്റീവ്സ്. റൂറൽ ഇലക്ട്രിഫിക്കേഷൻ, വൈദ്യുതീകരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോപ്പറേറ്റീവ്സ് എന്ത് ചെയ്യുക? രൂപം കൊടുക്കുക. ഇത്രയാണ് ഓൾ ഇന്ത്യ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ. നമ്മൾ പറഞ്ഞു ഓൾ ഇന്ത്യ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി നിർദ്ദേശങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞു. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡ്രോബാക്സ് ആണ് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. ദെൻ സ്മോൾ ഫാമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി, പിന്നെ ടെക്നിക്കൽ ഫീസിബിലിറ്റി ആൻഡ് എക്കണോമിക് വയബിലിറ്റി പരിശോധിക്കണം എന്ന് പറഞ്ഞു. അഗ്രികൾച്ചർ റീഫിനാൻസ് കോർപ്പറേഷനെ കുറിച്ച് പറഞ്ഞു. കൊമേഴ്സ്യൽ ബാങ്ക്സ് ചെയ്യേണ്ട കാര്യങ്ങൾ, കൊമേഴ്സ്യൽ ബാങ്ക്സിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിരിക്കണം. കോപ്പറേറ്റീവ്സിനും നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിനും എന്ത് ചെയ്യണം? വർക്കിംഗ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യണം. കോർഡിനേഷൻ കമ്മിറ്റി, വ്യത്യസ്ത തലത്തിലുള്ള ഏജൻസികൾ ഒന്നിച്ചു കൂട്ടാൻ ഒരു കോർഡിനേഷൻ കമ്മിറ്റി. അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോർപ്പറേഷൻസ്, അഗ്രികൾച്ചർ ക്രെഡിറ്റ് ബോർഡ്, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോപ്പറേറ്റീവ്സ്, ഇങ്ങനെ തുടങ്ങി ഉള്ള നിർദ്ദേശങ്ങളാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിക്ക് മുന്നോട്ട് വെക്കാനുണ്ടായിരുന്നത്.